വാർത്തയിലേക്ക്. സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകിയിട്ടും പണം നൽകാത്തതിൽ ഭീഷണി സ്വരൂപമായി സർക്കാർ. ജീവനക്കാരുടെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ കർശന നിർദ്ദേശം. ജീവനക്കാരന്റെ പ്രത്യേക അപേക്ഷയ്ക്കായി കാത്തിരിക്കേണ്ടെന്ന് സർക്കുലർ പുറത്ത്. പിരിവിൽ വീഴ്ച വരുത്തിയാൽ DDOമാർക്ക് ശമ്പളം ലഭിക്കില്ല എന്നും ഭീഷണി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ സർക്കുലറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭീഷണി സ്വരങ്ങൾ ഈ തരത്തിലാണ്. 100 കോടിയെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാർക്കിടയിൽ സാലറി ചലഞ്ചിന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. അന്ന് തന്നെ ജീവനക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഇത് സംബന്ധിച്ച് ഉയർത്തിയിരുന്നു. സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ തുടർച്ചയായി കൈയിട്ട് വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പല ജീവനക്കാരുടെയും സംഘടനകൾ സ്വീകരിച്ച നിലപാട്. എങ്കിലും സംസ്ഥാന സർക്കാർ സാലറി ചലഞ്ചുമായി മുന്നോട്ട് പോയി, അത് ഏതാണ്ട് നിർബന്ധമാക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ജീവനക്കാരിൽ പലരും ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം അത്രയ്ക്കെങ്കിലും കാര്യമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 500 കോടി ലക്ഷ്യമെടുത്ത് 250 കോടിയിൽ താഴെ മാത്രമാണ് ഇതുവരെ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് സമാഹരിക്കാൻ കഴിഞ്ഞത്. പല ജീവനക്കാരും സന്നദ്ധത അറിയിച്ചിട്ടും പിന്നീട് പണം നൽകാത്തൊരു സാഹചര്യം ഉണ്ടായി. അതായത് അതിൻ്റെ ഒരു സാങ്കേതിക വശത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുന്നതിന് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ലീവ് സറണ്ടറിൽ നിന്നും പണം നൽകാമെന്നുള്ളതായിരുന്നു സന്നദ്ധതയായി ജീവനക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ നൽകണമെങ്കിൽ അത് ജീവനക്കാരുടെ അപേക്ഷ ഉണ്ടാകണം, ബിൽ പാസ്സാക്കാൻ പ്രത്യേക അനുമതിയും വേണം. ഈ ഒരു സാഹചര്യം പല ജീവനക്കാരും ഈ പണം നൽകാൻ താല്പര്യമില്ലാത്തവർ മുതലെടുത്തു. അവർ അത്തരത്തിലുള്ള അനുമതി നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം അപേക്ഷ നൽകുന്ന ഒരു അവസ്ഥത്തിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഏറ്റവും പുതിയതായ ഒരു ഭീഷണി സ്വരത്തിൽ ഇപ്പോൾ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ഒപ്പം ലീവ് സറണ്ടറിൽ നിന്നും പണം നൽകുന്നതിന് ജീവനക്കാർ ആദ്യം നൽകിയ സമ്മതപത്രം അത് അപേക്ഷയായി പരിഗണിക്കാം. അതിനപ്പുറത്തേക്ക് ഇനി ജീവനക്കാരുടെ പ്രത്യേക അപേക്ഷകൾക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പണം പിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്തമുള്ള ഡ്രോവിംഗ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫീസേഴ്സും അവർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് സർക്കാർ ഏറ്റവും പുതിയതായി പറയുന്നത്. അതായത് ഇത്തരത്തിൽ പണം പിരിച്ചു നൽകാൻ സമയബന്ധിതമായി ഈ പറയുന്ന 31 മുൻപ് ഏപ്രിൽ 31 മുൻപ് പണം പിരിച്ചു നൽകിയില്ലെങ്കിൽ ഈ DDOമാർ, ഡ്രോവിംഗ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫീസർമാർ എന്ന് പറയുന്ന DDOമാരുടെ ശമ്പള ബിൽ പാസ്സാക്കുന്നതിന് അല്പം ബുദ്ധിമുട്ട് നേരിടുമെന്നുള്ളതാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതായത് സർക്കാർ ഭീഷണിപ്പെടുത്തുകയാണ്, ഈ പണം പിരിച്ചു നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരില്ല എന്നുള്ളത്. അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകാത്തൊരു സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അത് ഔദ്യോഗികമായി തന്നെ അത്തരമൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജീവനക്കാരുടെ പണം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ശാമ്പബദ്ധ കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഒക്കെ വളരെ വൈകി നൽകുന്നതുകൊണ്ട് തന്നെ കോടികൾ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട പണം ലഭ്യമാകാത്തത് വലിയ അതൃപ്തി ജീവനക്കാർക്കിടയിലുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഭീഷണി സ്വരവുമായി അതും ഈ പണം പിരിച്ചു നൽകേണ്ട ചുമതലപ്പെട്ട സൂപ്പർവൈസറി പദവിയിലൊക്കെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള നിലയിലേക്ക് സർക്കാർ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അത് സർക്കാർ കൃത്യമായി പറയുന്നത് മെയ് മാസത്തെ ശമ്പള ബിൽ തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. 5000-ഓളം പേർ ഈ പണം നൽകാത്തതിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് മാത്രമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവനക്കാരിൽ പകുതിയോളം പേർ മാത്രമാണ് ഈ സാലറി ചലഞ്ചിൽ പങ്കെടുത്തത് എന്നുള്ളത്. അതിൽ സമ്മതപത്രം നൽകിയതിൽ ആകെ സമ്മതപത്രം നൽകിയതിൽ 93,033 പേരും PF നിന്ന് പണം പഠിക്കാനാണ് സമ്മതം നൽകിയത്. അങ്ങനെ 19,075, 1462 എന്നിങ്ങനെയാണ് പണം നൽകാത്ത ആൾക്കാരുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഒരു ഭീഷണി സ്വരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ ഇനിയൊരു ഓപ്ഷൻ മാറ്റത്തിന് അനുവദിക്കുന്നില്ല എന്നൊരു മുന്നറിയിപ്പും ധനവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഈ സർക്കുലറിൽ ഉണ്ട്. ഇനി അറിയേണ്ടത് ജീവനക്കാരുടെ സംഘടനകൾ ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭീഷണി സ്വരത്തോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. KP. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. കുന്നമംഗലത്തെ MDMA കേസിൽ മുഖ്യപ്രതി പിടിയിലായി. നൈജീരിയൻ സ്വദേശിയായ പ്രതിയെ നോയിഡയിലെത്തിയാണ് പോലീസ് പിടികൂടിയത്. കേസിൽ 2 ടാൻസാനിയക്കാരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരുമായി ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, വിദേശിയാണ്, നൈജീരിയൻ സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നേരത്തെയും 2 വിദേശികളെയാണ് പോലീസ് പിടികൂടിയത്. മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും KP, കുന്നമംഗലത്തെ MDMA കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് പ്രധാനമായും പറയുന്നുണ്ട് ഈ 2 പേരിൽ മാത്രമല്ല ഈ കേസ് ഒതുങ്ങി നിൽക്കുന്നത്, ഇതിന് പിന്നിൽ വലിയ സംഘങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം പോലീസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. അതിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായ നൈജീരിയൻ സ്വദേശി കുന്നമംഗലം പോലീസിന്റെ പിടിയിലിരിക്കുന്നത്. നോയിഡയിലെത്തിയാണ് കുന്നമംഗലം പോലീസ് ഇയാളെ വലയിലാക്കിയത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ 2 ടാൻസാനിയക്കാരെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ജനുവരി 21-നാണ് 227 ഗ്രാം MDMA-യുമായി
കാരന്തൂർ ലോഡ്ജിൽ നിന്ന് 2 പേരെ പോലീസ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ശ്രേണികൾ അല്ലെങ്കിൽ സംഘമായി പ്രവർത്തിക്കുന്ന ഒരു കണ്ണി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നൊരു കാര്യം പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ കേസിലാണ് മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അല്പസമയത്തിനകം ACPC ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. KP കോഴിക്കോട് നിന്നും ദിസ്നിയാണ് വിവരങ്ങൾ നൽകിയത്.